ടീച്ചറല്ല ആവശ്യം, ഒരു മെന്ററാണ് ആവശ്യം. ശരിക്കും കോൺസെപ്റ്റ് ടീച്ചർ മാറുന്നുണ്ട്, ലാസ്റ്റ് മെന്റർ ആയിട്ട് ഒരു റാഡിക്കൽ ചേഞ്ച് ഉണ്ടായിരുന്നു. ഇനി ടീച്ചറല്ല ആവശ്യം, ഒരു മെന്ററാണ് ആവശ്യം ശരിക്കും കുട്ടികൾ. കാരണം വെച്ചാൽ പണ്ട് ടീച്ചർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താ വെച്ചാൽ തലേ ദിവസം നാളെ എന്താണ് എടുക്കേണ്ടത് എന്നുള്ളത് കറക്റ്റ് പോയിട്ട് തലേ രാത്രി പ്രിപ്പയർ ചെയ്തിട്ട് ആ പ്രിപ്പറേഷൻ ആണ് പിറ്റേന്ന് വന്നിട്ട് എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നത്, നോളജ് ഡെലിവർ ചെയ്യുക ചെയ്യുന്നത്. ശരിക്കും ഈ നോളജ് ഡെലിവർ ചെയ്യുന്നതിനപ്പുറത്തേക്ക് നോളജ് കൺസ്ട്രക്ട് ചെയ്യാണ് വേണ്ടത് ശരിക്കും ഈ കുട്ടികളിൽ. കാരണം വെച്ചാല് ഇപ്പൊ ഞാൻ ജീവിച്ച അനുഭവങ്ങളും എന്റെ ജീവിത രീതികളുമാണ് ശരിക്കും ഇന്ന് ഈ ഒരു കാര്യത്തിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളെ എല്ലാ ജീവിത സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെട്ടതും, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങളിൽ കാണാൻ പറ്റും. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലാണോ നിങ്ങളുടെ ജീവിത രീതിയിൽ ഉണ്ടായി പോകുന്നത് അതാണ് ശരിക്കും നിങ്ങൾ. ഒരു പേഴ്സൺ ആസ് യുണീക്ക് എന്നുള്ളതാണ്. എല്ലാ കുട്ടികളും യുണീക്കാണ്, എല്ലാ ഹ്യൂമണും യുണീക്കാണ്. എന്റെ കഴിവുകൾ എനിക്ക് ഉണ്ടാവുള്ളൂ, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്കാണ്. അപ്പൊ ആ കഴിവിൽ വിശ്വസിക്കാനാണ് ശരിക്കും കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അവിടെ ടീച്ചർ ടീച്ചർ എന്നുള്ള കോൺസെപ്റ്റിൽ മാറിയിട്ട് ഒരു മെന്റർ എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാല് ടീച്ചർ കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളിലേക്ക് ജസ്റ്റ് മെന്റർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുള്ളൂ. ജസ്റ്റ് ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഇന്നത്തെ കാലത്ത് നോളജ്, ഇപ്പം എക്സാമ്പിൾ പറയുമ്പോൾ ഞാനൊരു പാരന്റ് ആണ്. അപ്പം എന്റെ മക്കളിലൊക്കെ നമ്മുടെ സ്കൂളുകളിൽ അവര് കുളത്തിൽ ആരല്ലത്, തവളയുള്ളത്, ഇത് കാണാൻ പഠിച്ചിട്ടാണ് കുട്ടി എക്സാമിന് പോകുന്നത്. അപ്പൊ ഞാൻ ഒബ്വിയസ്ലി ഞാൻ പാരന്റ് എന്നൊക്കെ നമ്മളെപ്പോഴും സ്കൂളിൽ ഡിബേറ്റ് ചെയ്യുന്ന സാധനമാണ് എന്ത്, എന്റെ കുട്ടീനെ നിങ്ങളൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മെന്റർ ചെയ്താൽ മതി, അവരെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, ഇത്ര കാര്യങ്ങൾ ചെയ്താൽ മതി.